ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ എക്കണോമിക്സിലെ 3-ാം ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ഭാഗത്തെ കോസ്റ്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രൊഡ്യൂസർ, ലോസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും അതുമായി ബന്ധമുള്ള ഭാഗമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്കോണമിയിൽ പ്രൊഡ്യൂസർ ഓർഗനൈസസ് പ്രൊഡക്ഷൻ. ഉൽപ്പാദകനാണ് ഉൽപ്പാദനം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഉൽപ്പാദകനെ സംബന്ധിച്ച് ഉൽപ്പാദനത്തിന് ഫാക്ടർ ഇൻപുട്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. ഉൽപ്പാദന നിവേശങ്ങൾ, ഉൽപ്പാദന ഘടകങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, റോ മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ നിരവധി ഇൻപുട്ടുകൾ, ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധന സേവനങ്ങൾ ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരം ഫാക്ടർ ഇൻപുട്സ് ഉൽപ്പാദകൻ പുറത്തുനിന്ന് വാങ്ങണം. നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, റിസോഴ്സ് ആർ സ്കേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സ്കേഴ്സ് ആണ്, ദൗർലഭ്യമുള്ളതാണ്. സോ ദേ ആർ ടു ബി പെയ്ഡ് ഇൻ മണി. അതുകൊണ്ട് അവയ്ക്ക് പണം കൊടുത്തേ പറ്റുകയുള്ളൂ. ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ്, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ റോ മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അങ്ങനെ നിരവധി വാങ്ങുന്ന എല്ലാ ഫാക്ടർ ഇൻപുട്ടിനും ഉൽപ്പാദകൻ പണം നൽകേണ്ടി വരുന്നു. ഇതാണ് ഉൽപ്പാദകനെ സംബന്ധിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ടോട്ടൽ മണി എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ എ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെങ്കിൽ the total money expenditure incurred by a producer on various factor inputs. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഒരു ഉൽപ്പാദകൻ ഉൽപ്പാദന ഘടകങ്ങളിൽ ചെലവാക്കുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഉൽപ്പാദകന് ഫാക്ടർ ഇൻപുട്സ് വേണം. ഫാക്ടർ ഇൻപുട്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം. ഫാക്ടർ ഇൻപുട്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റും കൂടും. അപ്പോൾ ഔട്ട്പുട്ടും കോസ്റ്റും തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ദിസ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് കോസ്റ്റ് ഫംഗ്ഷൻ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: C ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് Q. കോസ്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും തോറും കോസ്റ്റിലും ചേഞ്ച് വരും. ഈ കാര്യമാണ് നമ്മൾ ഇന്ന് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഉൽപ്പാദനത്തിൽ ഉൽപ്പാദകന് നിരവധി ഇൻപുട്ട് കോമ്പിനേഷൻസ് ഒരു നിശ്ചിത ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ ലഭ്യമാകും. അതിൽ ഏത് ഇൻപുട്ടാണ് ഉൽപ്പാദകൻ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ചെലവ് ഏറ്റവും കുറഞ്ഞ, ഉൽപ്പാദകന് ചെലവ് ഏറ്റവും കുറഞ്ഞു വരുന്ന ഇൻപുട്ട് കോമ്പിനേഷൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 50 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകന് ലേബറും ക്യാപിറ്റലുമാണ് 2 ഫാക്ടേഴ്സ് എങ്കിൽ 5 യൂണിറ്റ് ലേബർ പ്ലസ് 8 യൂണിറ്റ് ക്യാപിറ്റൽ എന്ന കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് 50 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ 6 യൂണിറ്റ് ലേബർ പ്ലസ് 7 യൂണിറ്റ് ക്യാപിറ്റൽ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ 8 യൂണിറ്റ് ലേബർ പ്ലസ് 5 യൂണിറ്റ് ക്യാപിറ്റൽ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഇത്തരത്തിൽ നിരവധി ഇൻപുട്ട് കോമ്പിനേഷൻസ് ലഭ്യമാകുമ്പോൾ ഇതിൽ ഏത് ഇൻപുട്ട് കോമ്പിനേഷനാണോ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞു വരുന്നത് ആ കോമ്പിനേഷൻ മാത്രമേ ഉൽപ്പാദകൻ സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഉൽപ്പാദകനെ സംബന്ധിച്ച് ലാഭമാണ് ലക്ഷ്യം വിടുന്നത്. ലാഭം എന്ന് പറയുന്നത് റവന്യൂ മൈനസ് കോസ്റ്റാണ്. റവന്യൂവിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുന്നതാണ്.
അപ്പോൾ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞെങ്കിൽ മാത്രമേ ലാഭം കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ആമുഖമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടു മുമ്പുള്ള ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോസ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. വിവിധ ഉൽപ്പാദന ഘടകങ്ങളെ ഏത് രീതിയിൽ എംപ്ലോയ് ചെയ്തുകൊണ്ടാണ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനും ലോസ് ഓഫ് റിട്ടേൺസ് സ്കെയിലുമൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് 2 ടൈം പീരീഡുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. എന്താണ് ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത? അവിടെ ഉൽപ്പാദനം നടത്തുന്നത്, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നത് ചില ഘടകങ്ങൾ വിഭേദകമായിരിക്കും, വേരിയബിളായിരിക്കും, ചില ഘടകങ്ങൾ സ്ഥിരമായിരിക്കും. കാരണം ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരു ഫേമിനെ സംബന്ധിച്ച് ഫാക്ടറി ബിൽഡിങ്ങോ ഒരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തോ പുതിയ എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ടോ ഉൽപ്പാദനം നടത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അവിടെ അതൊക്കെ ഫിക്സഡ് ഫാക്ടേഴ്സ് ആയിട്ട് വരും. എന്നാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഫാക്ടേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സപ്പോസ് ലേബർ, റോ മെറ്റീരിയൽ, ഇലക്ട്രിസിറ്റി, അങ്ങനെ വേരി ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സുമുണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സുമുണ്ട്. ഫിക്സഡ് ഫാക്ടേഴ്സിൽ ഇൻകർ ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ ഫാക്ടറിൽ ഇൻകർ ചെയ്യുന്ന ചെലവ് വേരിയബിൾ കോസ്റ്റുമാണ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ 2 തരം കോസ്റ്റുകളുണ്ട്, ഫിക്സഡ് കോസ്റ്റുമുണ്ട്, വേരിയബിൾ കോസ്റ്റുമുണ്ട്. ലോങ് റൺ വരുമ്പോൾ ഇങ്ങനെയല്ല, എല്ലാ ഫാക്ടേഴ്സും വേരിയബിളാണ്. അതുകൊണ്ട് ഒരു ഡിസിഷൻ അവിടെ ഇല്ല. ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ, സോ ദർ ഈസ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ 2 തരം കോസ്റ്റുകളെക്കുറിച്ചാണ്, ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും. ആദ്യമായിട്ട് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ടിപ്പിക്കൽ ഫേമിൻ്റെ ഉൽപ്പാദനത്തിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ വേരിയസ് കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യാൻ പോവുകയാണ്. അത് നമ്മളൊരു കോസ്റ്റ് ഷെഡ്യൂളിലൂടെയാണ് ഒന്ന് വിവരിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കോസ്റ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ആദ്യ കോളത്തിൽ ഔട്ട്പുട്ട് എടുക്കുന്നു, അത് Q എന്ന് മാർക്ക് ചെയ്യുന്നു. സെക്കൻഡ് കോളത്തിൽ TFC എന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റിലെ ആദ്യത്തെ കോസ്റ്റിനെ കുറിച്ച് മനസ്സിലായല്ലോ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമാണല്ലോ. സെക്കൻഡ് കോളത്തിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ TVC. ഇത് രണ്ടും കൂടെ ചേരുന്നത്, രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് റണ്ണിലെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. TC സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ കോസ്റ്റ്. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. 3 കോസ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റിനെ 3 രീതിയിൽ വീക്ഷിക്കുകയാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മീൻസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ പ്രൊഡ്യൂസർ ഓൺ ഫിക്സഡ് ഫാക്ടേഴ്സ്. What is TVC? TVC is the total expenditure incurred by the producer on variable factors. TC means total expenditure incurred by the producer on fixed factors and variable factors. So TC is the sum of TFC plus TVC. TFCയുടെയും TVCയുടെ ആകത്തുകയായിരിക്കും TC എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ കോസ്റ്റിൽ എങ്ങനെയാണ് വ്യതിയാനമുണ്ടാകുന്നത്, വർധനവുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത് എന്നാണ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി സങ്കല്പിക്കുക, ഫേം ഉൽപ്പാദനമൊന്നും നടത്തുന്നില്ല, 0 ഔട്ട്പുട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഉൽപ്പാദനമൊന്നുമില്ലെങ്കിലും ചില ചിലവുകൾ വഹിക്കേണ്ടി വരും. കാര്യം എന്താണ്? ഫാക്ടറി ബിൽഡിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്, മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് ഉൽപ്പാദനമില്ല എങ്കിലും ഫേംസ് വഹിച്ചേ പറ്റുകയുള്ളൂ. അതൊക്കെയാണ് ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഉൽപ്പാദകൻ വഹിക്കേണ്ട ചെലവാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. സപ്പോസ് അത് 10 ആണെന്ന് സങ്കല്പിക്കുക. ഇറ്റ് ഈസ് 10. 10 രൂപ. സിമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായ ഒരു സംഖ്യ എടുക്കുന്നു. 10 രൂപയാണെന്ന് സങ്കല്പിക്കുക. 100 കോടി എന്തുമായിക്കോട്ടെ, 10 രൂപ എന്നിപ്പോൾ സങ്കല്പിക്കുക. പക്ഷെ TVC എന്തായിരുന്നു? TVC വേരിയബിൾ കോസ്റ്റിൽ, വേരിയബിൾ ഫാക്ടേഴ്സിലുള്ള ചിലവാണ്. വേരിയബിൾ ഫാക്ടേഴ്സിലുള്ള ചിലവാണ് TVC. ഉൽപ്പാദനമൊന്നുമില്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിന് ആവശ്യമില്ല, റോ മെറ്റീരിയൽ ആവശ്യമില്ല, ഉൽപ്പാദനത്തിന് വേണ്ടി ഇലക്ട്രിസിറ്റി ആവശ്യമില്ല, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഈ TFCയും TVCയും കൂടെ ചേരുന്ന തുകയാണ് TC. ഇപ്പം TFC, TVC, TCയെ കുറിച്ചൊരു പ്രാഥമികമായ അറിവ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഉൽപ്പാദനം ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഫേമിന് എന്ത് വഹിക്കേണ്ടി വരുന്നു? ചില കോസ്റ്റ് വഹിക്കേണ്ടി വരുന്നു. അത് ഏത് മാത്രമേ ഉള്ളൂ? TFC മാത്രമാണ്. ആ TFC ആയിരിക്കും ഔട്ട്പുട്ട് 0 ആയാൽ എന്തായിട്ട് വരിക? TC ആയിട്ട് വരിക എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഫേം ഉൽപ്പാദനം ആരംഭിക്കുന്നു. 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3, 4, 5, 6. ഈ രീതിയിൽ ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ TFC എത്രയായിരിക്കും? TFCക്ക് മാറ്റമുണ്ടോ? മാറ്റമില്ല. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയാലും 2 വർദ്ധിപ്പിച്ചാലും 3 വർദ്ധിപ്പിച്ചാലും 4 വർദ്ധിപ്പിച്ചു 5, 6 ആയാലും TFC എത്ര തന്നെയാണ്? 10 രൂപ തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. സോ TFC is independent of output. It does not change with output. It always remains constant. ഔട്ട്പുട്ടിനെ ആശ്രയിക്കാത്ത, ഔട്ട്പുട്ട് വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേരി ചെയ്യാത്ത, എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന കോസ്റ്റ് എലമെൻ്റാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവ് TFC. അപ്പോൾ ഈ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ആര് വേണം? ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് വ്യതിയാനപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു സാങ്കല്പികമായ TVC ഫിഗേഴ്സ് ഒന്ന് എഴുതാം. ഒരു ഫേമിൻ്റെ സപ്പോസ് അത് 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ TVC 20 ആണ്. 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ TVC 35 കൂടുന്നു. 3 യൂണിറ്റായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ TVC 45, 4 യൂണിറ്റ് ആകുമ്പോൾ 60, 5 യൂണിറ്റ് ആകുമ്പോൾ 80, 6 യൂണിറ്റ് ആകുമ്പോൾ 110, 110. അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് TVC എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലായി. TVC ഈസ് ഇൻക്രീസിങ്. TVC കൂടും, കാരണം വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ അളവ് കൂട്ടിയാണല്ലോ ഇവിടെ ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സിലുള്ള എക്സ്പെൻഡിച്ചർ കൂടും. So, as output increases from 0 to 6 units, TVC increases from 0 to 110. Always increases. ഇതിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. 3ാമത്തെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വരെ TVC വർദ്ധിക്കുന്നത് ഒരു കുറഞ്ഞ നിരക്കിലാണ്. 20 15 കൂടി 35, പിന്നെ 10 കൂടുന്നുള്ളൂ 45 ആകാൻ. ഇതിന് ശേഷം TVC വർദ്ധിക്കുന്നത് നോക്കൂ, ഇവിടെ 10 വർധനമെങ്കിൽ പിന്നീട് എത്രയായിട്ട് കൂടി? 15, 15 റുപ്പീസ് കൂടി. പിന്നെ 20 റുപ്പീസ് അധികത്തിൽ കൂടിയാണ് 80 ആകുന്നത്. 60 + 20 80. പിന്നെ 30 രൂപയാണ് കൂടിയത്. 80 + 30 110. അപ്പോൾ TVCയുടെ വർധനവിനെ അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, TVC ഓൾവേസ് ഇൻക്രീസസ്. പക്ഷേ അവിടെ at a certain level of output, here it is up to 3rd unit, TVC increasing, always increasing at a diminishing rate. കുറഞ്ഞ നിരക്കിൽ കൂടുകയും അതിനുശേഷം TVC കൂടിയ നിരക്കിലാണ് കൂടുന്നത്. അപ്പോൾ
ഇപ്പോൾ ടി വി സിയെ കുറിച്ചൊരു കാര്യം മനസ്സിലായല്ലോ. ഇവിടെ 2 പോയിൻ്റാണ് ഇവിടെ ഓർക്കേണ്ടത്. ഒന്ന്, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ കണ്ണടച്ചെഴുതുക ടി വി സി 0 ആയിരിക്കും, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഔട്ട്പുട്ട് കൂടുത്തോളം ടി വി സി ഈസ് ഇൻക്രീസിങ്, 2 രീതിയിൽ ഇൻക്രീസിങ് അറ്റ് എൻ ഡിക്രീസിങ് റേറ്റ് ഇനിഷ്യലി, ആഫ്റ്റർ എ സർട്ടൺ പോയിന്റ് ഇറ്റ് ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. ടി എഫ് സിയും ടി വി സിയും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ബോത്ത് ഫിക്സഡ് ഫാക്ടേഴ്സ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. അത് ടി എഫ് സി പ്ലസ് ടി വി സി ആണ്. ഇവിടെ നമ്മൾ ടോട്ടൽ ഇത് എഴുതി 10 ആണ്. 10 + 20 30, 45, 10 + 45 55, 10 + 60 70, 10 + 80 90, 110. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഇഫ് ഔട്ട്പുട്ട് ഈസ് 0, സ്മോൾ ലെറ്റർ ക്യൂ ആണ് ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ, അത് മനസ്സിലാക്കിക്കോണം, മറക്കരുത്. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടി സി എപ്പോഴും ടി എഫ് സിക്ക് തുല്യമാണ്. കാരണം ടി എഫ് സി പ്ലസ് ടി വി സിയിലെ ടി വി സി 0 ആയതുകൊണ്ടാണ് ടി സി സമം ടി എഫ് സി ആയിരിക്കും. പിന്നെ ഔട്ട്പുട്ട് കൂടുന്തോറും ടി സിയും എന്ത് ചെയ്യുന്നു? കൂടുകയാണ്. ടി വി സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൂടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ടി എഫ് സി എപ്പോഴും സ്ഥിരമാണല്ലോ. പിന്നെ ടി സിയുടെ വർധനവിനെ, ടി സിയുടെ മാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഏക ഘടകം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ടി സി ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, or change of TC is always influenced by change of TVC ആണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് 0-ൽ നിന്ന് 6 ആകുമ്പോൾ ടി സി 10-ൽ നിന്ന് 120 ആയിട്ട് കൂടുന്നു. പക്ഷേ ഈ വർധനവ് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെയാണ്? ടി സി is increasing at a third unit of output, ടി സി is increasing at a diminution rate, and after that TC is increasing at an increasing rate. So TC always change with the change in TVC ആണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഒരു ടേബിളിനകത്ത് കാണിക്കുന്ന വേരിയബിളുകളെ നമുക്ക് ഗ്രാഫാക്കി മാറ്റാൻ സാധിക്കും എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്കിതിനെ ഒരു ഗ്രാഫിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്നതിന് നമ്മുടെ ടേബിളിലുള്ള ഔട്ട്പുട്ട് എപ്പോഴും ഓൾവേസ് ടേക്കൺ അലോങ് ദ ഒ എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്. കോസ്റ്റ് ഹിയർ ടി എഫ് സി, ടി വി സി ആൻഡ് ടി സി ഓൾവേസ് ടേക്കൺ അലോങ് ദ വൈ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസിൽ എടുക്കും. അപ്പോൾ ഇത് കോസ്റ്റ് ആക്സിസും ഇത് ഔട്ട്പുട്ട് ആക്സിസുമാണ്. മാർക്ക് ചെയ്തു. ഇനി ഓരോ ഡേറ്റയും നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ആദ്യം ടി എഫ് സിയിലേക്ക് പോകാം. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടി എഫ് സി 10, ഔട്ട്പുട്ട് 1 ആണെങ്കിലും 10, 2, 10, 3, 10, 4, 10, 5th യൂണിറ്റ് 10, 6th യൂണിറ്റിലും കോസ്റ്റ് 10. If these points are joined by a straight line, we get a TFC curve. This is a TFC curve. എന്താണ് TFC curve പ്രത്യേകത? If output is 0, some fixed cost must be incurred, 10. So TFC curve always starts above the origin. മൂലബിന്ദുവിൽ നിന്ന് മുകളിലായി മാത്രമേ ടി എഫ് സി ആരംഭിക്കുകയുള്ളൂ. സോ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദ വെർട്ടിക്കൽ ആക്സിസ് ഓർ കോസ്റ്റ് ആക്സിസ്. സിൻസ് ടി എഫ് സി ഈസ് കോൺസ്റ്റൻറ്റ്, TFC curve will be a horizontal straight line parallel to output axis. X ആക്സിസിന് പാരലലായി പോകുന്ന, ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലലായി പോകുന്ന ഒരു തിരശ്ചീന രേഖയായിരിക്കും, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും TFC എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം.
അപ്പോൾ ടി എഫ് സിയെ കൺസോളിഡേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇത്രയുമാണ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ, അങ്ങനെ വേണം പഠിച്ചു വെക്കുവാൻ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഫിക്സഡ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ടി എഫ് സി. ഇഫ് ഔട്ട്പുട്ട് ഈസ് സീറോ, സം ഫിക്സഡ് കോസ്റ്റ് മസ്റ്റ് ബി ഇൻകേർഡ്. സോ ടി എഫ് സി കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോയിന്റ് എബവ് origin, that is, it starts from cost axis or vertical axis. Since TFC is constant or does not change with output or independent of output, TFC curve will be a horizontal straight line parallel to the output axis. ഇനി നമ്മൾ പഠിക്കേണ്ടത് ടി വി സിയെ കുറിച്ചാണ്. പ്ലോട്ട് ചെയ്ത് നോക്കാം. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. 0 ടി വി സി 0, 0 ആണെങ്കിൽ ടി വി സി 0, 1 ആണെങ്കിൽ 20 പ്ലോട്ട് ചെയ്യുന്നു. 1 നേരെ 20, 2 ആണെങ്കിൽ 35, സെക്കൻഡ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ 35, തേർഡ് യൂണിറ്റ് 45, ഫോർത്ത് യൂണിറ്റ് 60, ഫിഫ്ത്ത് യൂണിറ്റ് 80, സിക്സ്ത് യൂണിറ്റ് 110. പോയിന്റ്സ് പ്ലോട്ട് ചെയ്തു. ഇത് വരയ്ക്കുമ്പോൾ 0യിൽ തുടങ്ങി മുകളിലേക്ക് വരയ്ക്കുക. ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും കിട്ടുക. ദിസ് ഈസ് ദ ടി വി സി കർവ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഗ്രാഫിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടി വി സി 0. ആസ് ഔട്ട്പുട്ട് റൈസസ് ഫ്രം 1 to 6, ടി വി സി ഇൻക്രീസസ്. സോ ടി വി സി കർവ് ഓൾവേസ് ഇൻക്രീസിങ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, മുകളിലേക്ക് പോവുകയാണ്, താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. ദാറ്റ് മീൻസ് ടി വി സി ഈസ് ഇൻക്രീസിങ്. പക്ഷേ അത് രണ്ട് രീതിയിലാണ്. ടി വി സി ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് അപ് ടു ദിസ് ലെവൽ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻക്രീസ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഈ കർവിൻ്റെ ഷേപ്പിൻ്റെ പേരാണ് ഇൻവേഴ്സ് എസ് ഷേപ്പ് കർവാണ് ടി വി സി കർവ്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എസ് തിരിച്ചിട്ടാൽ കിട്ടുന്ന ഷേപ്പാണ് ടി വി സിക്കുള്ളത്. സോ ടി വി സി കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ ആൻഡ് ഇറ്റ് സ്ലോപ്സ് അപ്വേർഡ്സ് up to third level, up to a certain level of output, it is increasing at a diminishing rate and after that increasing at an increasing rate. Okay, നമുക്ക് ടി സി കർവിലേക്ക് പോകാം. 0 ആണെങ്കിൽ 10, 1 ആണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ 30 പ്ലോട്ട് ചെയ്യുന്നു. 2 45, 3 55, 4 70, 5 90, 6 120. ഔട്ട്പുട്ടും ടി സിയും തമ്മിലുള്ള പോയിന്റ്സ് നമ്മളിവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മളിത് ജോയിൻ ചെയ്യിച്ചാൽ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടി സി സമം ടി എഫ് സി ആണ്. അതുകൊണ്ട് ടി സി കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി എഫ് സി ആരംഭിക്കുന്ന പോയിന്റിൽ നിന്നായിരിക്കും. കോസ്റ്റ് ആക്സിസിൽ നിന്ന് മാത്രമായിരിക്കും ടി സി കർവ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ടി സിയെ നിയന്ത്രിക്കുന്നത് ടി വി സി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ടി വി സി ഉറപ്പായിട്ടും ടി വി സി കൂടുന്നത് പോലെ പാരലായി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ടി വി സിയുടെ ഷേപ്പ് തന്നെ ആയിരിക്കും ആർക്ക് വരിക? ടി സിക്ക് വരിക. ടി സി ഈസ് ഓൾസോ ഇൻക്രീസിങ്, അപ്വേർഡ് സ്ലോപ്പിംഗ്. ടി സി കർവ് ഈസ് പാരലൽ ടു ടി വി സി കർവ് ആണ്. ടി സി കർവും ഏത് ഷേപ്പാണ്? ഇൻവേഴ്സ് എസ് ഷേപ്പാണ്. ഇൻവേഴ്സ് എസ് ഷേപ്പാണ് ടി വി സി കർവ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രത്യേക ഔട്ട്പുട്ട് നിലയിൽ ടി സി കർവും ടി വി സി കർവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, വ്യത്യാസം ഇതാണ്, ഇത്രയുമാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും ടി എഫ് സിക്ക് തുല്യമായിരിക്കും. ഇപ്പോൾ ഇതിന് നേരെയുള്ള 3-ന് നേരെയുള്ള ടി എഫ് സി എന്ന് പറയുന്നത് 55 ആണ്. ഏകദേശം ഇവിടെ വരും 55. ഇത് 55 ആണ്. ടി സി എന്ന് പറയുന്നത് 45 ആണ്. ഇതിന് നേരെ ടി സി 45 ആണ്. നോക്കൂ, 55 ടി സി മൈനസ്
TVC. TC 55 minus 45 is equal to 10. That 10 is TFC ആണ്. TCയും TVCയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും TFCക്ക് തുല്യമാണ്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും TFC ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ is equal to TFC. This is equal to TFC ആയിരിക്കും. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TFC, TVC, TC എഴുതാനോ ഡയഗ്രാം വരയ്ക്കുവാനോ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുവാനോ ഒക്കെ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. ഇവിടെ 2-3 ഇക്വേഷൻസോടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു TC is equal to TFC plus TVC ആണ്. ഇതിനോടനുബന്ധിച്ച് മറ്റ് 2 ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് TFC കണ്ടുപിടിക്കുകയാണെങ്കിൽ TFC is equal to TC minus TVC ആണ്. TVC is equal to TC minus TFC ആണ്. TCയിൽ നിന്ന് TFC കുറച്ചാൽ TVC കിട്ടും. അതായത് 45-ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 35 ആണ്. ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഇപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ TFC അറിയില്ല എന്ന് വെച്ചോളൂ, TVC അറിയില്ല എന്ന് വെച്ചോളൂ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെങ്ങനെ ഫില്ല് ചെയ്യും? TCയിൽ നിന്ന് TFC മൈനസ് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് 45. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻസ് ബൈഹാർട്ടായിരിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ TFC തന്നിട്ടില്ല എന്ന് സങ്കല്പിക്കുക. സപ്പോസ് TC മാത്രമേ തന്നിട്ടുള്ളൂ, TC മാത്രമേ ഉള്ളൂ, TFCയും TVCയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 കോളം ഫില്ല് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TC ഉണ്ടാകും, ഇതില്ലാന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ TCയിൽ പറയുന്ന ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TCയിൽ പറയുന്ന 10 തന്നെ ആയിരിക്കും TFC ആയിട്ട് എഴുതുക. എന്നിട്ട് TCയിൽ നിന്ന് TFC മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? TVC കിട്ടുകയും ചെയ്യും. അതൊരു ആപ്ലിക്കേഷനാണ്, അതൊന്ന് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ യൂണിറ്റ് എടുത്തുകൊണ്ട് ഒരു TFC, TC, TVC കർളം വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഡയഗ്രാം വരയ്ക്കുക, X ആക്സും Y ആക്സും വരയ്ക്കുന്നു, ഇത് ഔട്ട്പുട്ട് എടുക്കുന്നു X, Y. ഇവിടെ TFC ആണ് വരയ്ക്കുന്നതെങ്കിൽ TFC, TVC ആൻഡ് TC എന്ന് എഴുതുക. TFC കർവ് എങ്ങനെ വരയ്ക്കും? കോസ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ Y ആക്സിൻ്റെ ഒറിജിന് മുകളിൽ നിന്ന് ആരംഭിക്കുന്നു, ഇതായിരിക്കും TFC. TVC വരയ്ക്കാൻ പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കണം, ഇൻവേഴ്സ് എസ് ഷേപ്പായി വരയ്ക്കുക, ഇതാണ് TVC. TC വരയ്ക്കാൻ പറയുകയാണെങ്കിൽ TVCക്ക് പാരലായി വരയ്ക്കുക TC. ഇതാണ് ഫിക്സഡ് കോസ്റ്റ് OC എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് TCക്കും TVCക്കും വേണ്ടിയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? TFCക്ക് തുല്യമായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഷോർട്ട് റണ്ണിലെ ടോട്ടൽ കോസ്റ്റുകൾ TFCയും TVCയും TCയും നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് കോൺസെപ്റ്റുകളാണ്. കോസ്റ്റുമായി ബന്ധപ്പെട്ട ആവറേജ് കോൺസെപ്റ്റുകളാണ്. ആവറേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? ടോട്ടലിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കൺസേൺഡ് ആവറേജ് കിട്ടും, അല്ലേ? അപ്പോൾ അതാണ് ഇനി എക്സാമിൻ ചെയ്യാൻ പോകുന്നത്.